എന്തിനായിരുന്നു അമ്മേരെ നേർച്ച? എനിക്കറിയാം നീ ചോദ്യം ചോദിക്കുന്നു. ഞാൻ ഒറ്റയ്ക്ക്. ഹലോ ഗായ്സ്, അപ്പൊ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പൊ ഇന്ന് നമ്മുടെ ഒരു സ്പെഷ്യൽ ഡേ ആണ് ഗൈസ്. ആക്ച്വലി ഇന്ന് ഈ വ്ളോഗിൽ ഞാനും അച്ഛനും ചിലപ്പോൾ എൻ്റെ ചേച്ചിയും കാണാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അതായത് എൻ്റെ അമ്മയുടെ ഒരു നേർച്ച ഉണ്ടായിരുന്നു കേട്ടോ. വർഷങ്ങളായിട്ട് ഈ നേർച്ച മുടങ്ങി കിടക്കുകയായിരുന്നു. ആക്ച്വലി കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 7 വർഷമാകുമ്പോൾ 2 മക്കളായി. പക്ഷെ കല്യാണത്തിന് മുമ്പ് എൻ്റെ അമ്മ നേർന്നൊരു നേർച്ചയായിരുന്നു എനിക്ക് വേണ്ടിയിട്ട്, കല്യാണം നടക്കാനില്ല അങ്ങനെ എന്തൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പൊങ്കാല ഇടണമെന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ നമ്മുടെ ആക്കുളത്തെ ഉള്ളൂരിലെ ഇടിയടിക്കോട് ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ അവിടെ പോയി പൊങ്കാല സമർപ്പിക്കണം എന്നാണ് നേർച്ച. അപ്പോൾ ഇന്ന് നമ്മൾ അവിടേക്കാണ് പോകുന്നത് ഗൈസ്. നമ്മൾ സ്കൂട്ടറിലാണ് ട്രാവൽ ചെയ്യുന്ന ട്രാവൽ ബ്ലോഗ് പോലെയൊക്കെ നമുക്ക് എടുക്കാം ഗൈസ്. വേറെ ഒന്നുമല്ല, കിംസ് ഹോസ്പിറ്റല് അവിടെ കൂടെ അല്ലേ പോകണം. അപ്പോൾ നമുക്ക് അതൊക്കെ എടുക്കാൻ ശ്രമിക്കാം ഗൈസ്. അപ്പോൾ എന്തെന്നായാലും നിങ്ങളെല്ലാവരും ഈ വീഡിയോയിൽ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം കേട്ടോ ഗൈസ്. ഫുൾ ഉണ്ടായിരിക്കണം. ഇത് ഒരു പൊങ്കാല വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തള്ളിക്കളയൊന്നും വേണ്ട. എന്തെങ്കിലും ഒരു കണ്ടന്റ് ഇതിനകത്ത് ഞാൻ ഇട്ടിട്ടേ എന്തായാലും ഈ വീഡിയോ എൻഡ് ചെയ്യുള്ളൂ ഗൈസ്. അപ്പോൾ അത് നിങ്ങൾ മിസ് ചെയ്യരുത്. പിന്നെ ഇന്ന് രാവിലെ ഞാൻ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി. അതൊക്കെ ഉണ്ടാക്കാതെ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ലിച്ചുകുട്ടിയെ വീട്ടിൽ അമ്മരെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണതും എന്താണ് ഫുഡ് എന്നൊക്കെ ഉള്ളതൊന്ന് കണ്ടിട്ട് പോകാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ എവിടെ കാണും? അവിടെ കോവിലിൽ കാണും ഗൈസ്. ഓക്കെ ഗൈസ്, ഓക്കെ ബൈ. Thought I'd fly over my own state. Something about those city lights were calling out my name. Now mama, don't you cry. You know there'll come a day where I come visit you at home. And if I never stay, the same old now welcome sign, the population getting by. അതില് നോക്കിയാൽ Do you hear that? My sanity about to break while everyone I know's out. On a trip, on a boat, on a lake. I'm tired. അപ്പൊ ഗൈസ്, ഇന്ന് നമ്മൾ തിരിച്ച് വന്നിരിക്കുന്നത് നമ്മുടെ ഇടിയടിക്കോട് ക്ഷേത്രത്തിൽ പൊങ്കാല ഇടാനാണ് വന്നേക്കുന്നത് ഗൈസ്. കുറച്ച് നെർവസ് ആണ് ഉച്ചയ്ക്കുള്ള പൊങ്കാല ഇടാൻ. അതുകൊണ്ട് പിന്നെ നമുക്ക് ഇടാം, സ്റ്റാർട്ട് ചെയ്യാം. അതിന് ചെയ്താലേ പറ്റുള്ളൂ, ഓരോരോ ആചാരങ്ങള്. നീ എന്തിന് തീ എവിടെ നിന്ന് വരും? തീയില്ല. ചോദിച്ചോട്ടെ, തീ ഇവിടെ കൊണ്ടുവരുമോ അതോ നമ്മൾ അങ്ങോട്ട് പോയി ദീപത്തിൽ നിന്ന് എടുക്കണമെന്ന് ചോദിച്ചിട്ടോ? അവിടെ പോയി ചോദിച്ചിട്ടല്ല റെസിപ്റ്റ് ഉള്ളത്. വെള്ളം തിളച്ചായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കുത്തു പോലെ. അപ്പോഴും നമ്മൾ അരി തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചേച്ചി സിനിമ നടി ചിപ്പിക്ക് ശേഷം പൊങ്കാല സ്റ്റാർ വിചാരിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊങ്കാല ഇടാൻ ഇനി വരാം. അങ്ങനെയെങ്കിലും സ്റ്റാറാവും.
അരി തട്ടിയിട്ട് കുറച്ച് വെള്ളം അതിൽ അങ്ങനെ ഒഴിച്ചൂടാ. നമ്മൾ വീട്ടിൽ കഞ്ഞിക്ക് വെക്കും പോലെ അല്ലേ, ചിലവർ കഞ്ഞിക്ക് ഇടുമ്പോൾ ഇട്ടിട്ട് പോകുന്നവരും പ്രോ ആണ് പ്രോ. എന്തിനായിരുന്നു അമ്മേരെ നേർച്ച? എനിക്കറിയാം നീ ചോദ്യം ചോദിക്കുന്നു. എനിക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടാൻ, അത് നല്ലതാണെങ്കിൽ പൊങ്കാലിട്ടത്, നല്ലൊരു ജീവിതം കിട്ടാൻ. നല്ലൊരു ജീവിതം 7 വർഷം കഴിഞ്ഞു. 7 വർഷം ഇനി എന്നെ ദൈവം വാർത്തെടുത്തതാണ്, മനസ്സിലായോ? വാർത്തെടുത്തത് കാരണം ഇങ്ങനെ ഇടാൻ വേണ്ടി ഒറ്റയ്ക്കൊന്നും ഇടാൻ പറ്റിയില്ലേ? ഇല്ലെങ്കിൽ എനിക്ക് ഇത് ഇടാൻ പറ്റും. അല്ല, ഞാൻ ചോദിക്കട്ടെ, മൂത്ത മക്കൾക്ക് മാത്രം എന്തുകൊണ്ട് ഈ അമ്മമാര് കൂടുതൽ നേർച്ച ചെല്ലാം? 101 കലത്തിൽ നന്നാവണ ഇളയ മക്കളായിരിക്കും. 101 കലത്തിൽ പൊങ്കാലയിട്ടുണ്ടായ ഒരുപടിയാണ് തുടങ്ങി മൂക്കളം. നമുക്കൊന്നൊരു പേരിന് പോലും ഒരു ആള് നേർച്ച പോലും ചെയ്തു. പുറത്തെടുക്കാൻ പറഞ്ഞത് ഹാർഡ് വർക്കിംഗ് ആണ്. അവസാനം ഉപ്പൊന്നും ചേർക്കില്ല. തളന്നല്ല, കണ്ണുനീര്. കറക്റ്റ് റേഷ്യയിൽ എങ്ങനെയാണ് വെള്ളം എടുക്കുന്നത്? അത് ഞാൻ പ്രാക്ടീസ് ആയി. ഇത്ര ആയിരിക്കും ഇത്ര. 1 കിലോ അരിയുണ്ട്, അതിൽ നമ്മൾ അര വെച്ച് വെള്ളം. ഇനി വേണമെങ്കിൽ മാത്രം അത്ര വെള്ളം ആഡ് ചെയ്യും. ബാക്കി എന്താ ദൈവമേ, ചീറ്റല്ലേ പറഞ്ഞില്ലാന്ന്. സാധിച്ചു വരുമ്പോ പൊങ്കാല തീരും. അല്ല, ചേച്ചിക്ക് പായസപ്പെടുമ്പോ നമുക്ക് നേരെ വീട്ടിൽ പോവാം. അങ്ങനെ നമ്മളുണ്ട്. ഇല്ല, ചേച്ചി എടുക്കില്ല. ചേച്ചി എടുത്ത ഇവൻ താങ്ങൂല. ഞാൻ വെച്ച് പൊങ്കാല, ഞാൻ വിചാരിച്ച് പൊങ്കാല കഴിഞ്ഞിട്ട് പൊങ്കാല തന്നിട്ട് പോവാം. ചേച്ചി, ഇന്നാണ് നമ്മളുടെ കമ്പനിയിലായിട്ട് പൊങ്കാല ഇൻട്രോഡ്യൂസ് ചെയ്യും. ആന്റി എവിടെ സ്ഥലം എവിടെ? സ്ഥലം പോത്തങ്കോട്. പോത്തങ്കോട്. ഇത് നമ്മളെ കൂടെ ആന്റി ചേച്ചി. ചേച്ചിക്ക് കരയണതല്ലേ ചേച്ചി? ആനന്ദാശ്രു. ചേച്ചി പാർട്ടസ് ഓഫ് ദിസ് പൊക്കാലം ചേച്ചിക്ക് അറിയാം എന്തോ? ചേച്ചി, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇതുപോലത്തെ വലിയ ആചാരങ്ങൾ ഉണ്ടായിരുന്നു? ചേച്ചി ചേച്ചി ഇങ്ങനെ ഉടുത്ത് പൊങ്കാല ഇടരുത് കേട്ടോ. ഇങ്ങനെ ഉടുത്തിടാം. അല്ല, അത് നമ്മൾ തോളിലിട്ടോ. കാരണം എന്തെന്നറിയാവോ, മിക്കവർക്കും അറിഞ്ഞൂടാ. ഈ മരണ ചടങ്ങൊക്കെയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. പൊങ്കാലയ്ക്ക് ഒരിക്കലും അത് കിട്ടില്ല. ചേച്ചി ഫസ്റ്റ് പൊങ്കാലാണ്. അല്ല, മിക്കവരും ഇങ്ങനെ ഉടുത്ത് നിന്ന് അങ്ങനെ ഉടുത്തൂടാ. യെസ് മാഡം, എനിക്കറിയാവുന്നൊരു കാര്യം പറഞ്ഞു.
പൊങ്കാല സ്റ്റാർ മാളും എല്ലാം സെറ്റല്ലേ? പക്ഷെ ഞാൻ വിചാരിച്ച ഭയങ്കര പാടായിരിക്കും കേട്ടാ. ഞാൻ എല്ലാം ഉണ്ട് ഇവിടെ, എല്ലാ സൗകര്യവും ഉണ്ട്. വന്ന് ഇടേണ്ട പാട് മാത്രമേ ഉത്സവത്തിന്റെ ദിവസം വരണം. ഉത്സവം ആ സമയത്ത് ആറ്റുവൽ പൊങ്കാലയും ഇവിടുത്തെ ഉത്സവം ഏകദേശം ഒരുമിച്ചാണ്. ഓ ചൂടാണ്. ആ രണ്ടില വെച്ചോളൂ, രണ്ടില വെച്ചോളൂ. കുറച്ച് മതിയാ? കുറച്ചും കൂടെ വെക്കട്ടെ? ചൂടാണ് കേട്ടോ. കവറൊന്നും ഉണ്ടാച്ചു ചൂട്. ആ ഇല തന്നെ കീറി വെച്ചോടി ചേച്ചി. ആ പേപ്പറിൽ വെച്ചോളൂ. ചൂട് ചൂട് പാത്രം കുറച്ചും കൂടെ വെക്കട്ടെ? മതിയോ? അപ്പോൾ ഗൈസ് പൊങ്കാലയൊക്കെ ഇട്ടതിന് ശേഷം ഞങ്ങൾ നേരെ ചേച്ചിയുടെ വീട്ടിൽ പോയി കേട്ടോ. അവിടെ ചെന്നപ്പോൾ ഗ്രാൻഡ് ഫുഡൊക്കെ ആൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോയി കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു പുതിയ വീഡിയോയുമായി തിരിച്ചു വരുന്നതായിരിക്കും കേട്ടോ ഗൈസ്. അപ്പോൾ അതുവരെയും എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ടാറ്റാ ബൈ ബൈ, സീ യു.